അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെമ്മീൻ വെച്ച് നല്ലൊരു പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതുണ്ടാക്കുന്നതിനായി ഞാൻ എടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ചെമ്മീൻ തന്നെയാണ്. ഈ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പും മഞ്ഞളും മുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്യാണ് കേട്ടോ ടേസ്റ്റ്. വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിനു മുമ്പ് ചിക്കൻ പോളയും മുട്ടപ്പോളയും സോസേജ് പോളയും ഞാനെല്ലാം ഉണ്ടാക്കി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് ചെമ്മീൻ കിട്ടിയപ്പോൾ ഇതുകൊണ്ടൊരു പോള ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതി. കാരണം നമ്മൾ ഉണ്ടാക്കുന്നതെല്ലാം നാട്ടിലാണല്ലോ, മക്കൾ കഴിക്കാനുണ്ടാവാറില്ല. അതുകൊണ്ട് ചെമ്മീൻ പോള ഉണ്ടാക്കിയപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. പലതരത്തിലുള്ള പോളയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഞാൻ പുതിയ തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു ഉപകാരമാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ എല്ലാവർക്കും എണ്ണയിൽ പൊരിച്ച പലഹാരത്തിനേക്കാളും ഇഷ്ടം ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാമെന്ന് കരുതിയത്. ചെമ്മീൻ ഒരുപാട് ഹാർഡായി ഫ്രൈ ചെയ്യണ്ട, നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇനി ചെമ്മീൻ കോരി മാറ്റിയതിന് ശേഷം ഇതേ പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 2 സബോള ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. സബോളയുടെ കൂടെ തന്നെ അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരുപാട് ഉപ്പിട്ട് കൊടുക്കണ്ട, കാരണം നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ഉപ്പിട്ട് കൊടുത്തതാണല്ലോ. ഇനി സബോള ഒക്കെ നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയും 2 പച്ചമുളക് ചെറുതായി മുറിച്ചതും ഒരു തണ്ട് കരിവേപ്പില മുറിച്ചെടുത്തതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു കഷ്ണം ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ വെള്ളം ഒഴിച്ച് ഒന്ന് വറ്റിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ മസാല എല്ലായിടത്തും പിടിച്ച് കിട്ടാനാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല തണുത്ത് കിട്ടാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു ബാറ്റർ തയ്യാറാക്കാം. മിക്സിയുടെ ജാറിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ കോഴിമുട്ട നല്ല വലിപ്പമുള്ളത് കാരണമാണ് കേട്ടോ ഞാൻ 3 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ 4 വേണം. ഇനി ഈ മുട്ടയുടെ കൂടെ തന്നെ 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ മൈദ, 1/4 സ്പൂൺ ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 കപ്പ് പാലും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് വരാം. ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണ് കേട്ടോ, കാരണം അടുത്ത വ്യാഴാഴ്ച ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതാണ്. 5-ാം തീയതി ഞങ്ങൾക്ക് എൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ പേരക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പോൾ ആ കല്യാണം ഒഴിച്ചു കൂടാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 3 മാസം നിൽക്കാതെ 2.5 മാസം ആകുമ്പോൾ മടങ്ങി വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നാട്ടിൽ വരുന്ന സമയത്ത് നല്ല തിരക്കായിരിക്കുന്നു. അതാണ്, കുറച്ച് തിരക്കിലാണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. നാട്ടിലിപ്പോഴും മഴയാണല്ലേ. ഈ ബാറ്ററി അരച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്ററിയിൽ നിന്നും പകുതി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതിന് ശേഷം ഈ മസാല ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ മസാല നല്ലതുപോലെ തണുത്തിരിക്കണം, ചൂടോടെ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. ഇപ്പോൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പാത്രത്തിലാണോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ആ പാത്രത്തിൽ നല്ലതുപോലെ ഒന്ന് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂകിയതിന് ശേഷം ഈ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
ഇനി ഒരു സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് ഒരുപോലെ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാറ്ററും ഇതിൻ്റെ മുകളിലായി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായി 2-3 പീസ് ക്യാപ്സിക്കം മുറിച്ചതും ഫ്രൈ ചെയ്ത ചെമ്മീനും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ ഞാനൊരു പഴയ പാനും വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടിപൊളി ഒരു പോള തന്നെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെമ്മീനൊക്കെ എപ്പോഴും കിട്ടുന്നതാണല്ലോ. ഇനി നല്ലൊരു വീഡിയോയുമായി നാളെ കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.